നമസ്കാരം. സ്പോർട്സ് സ്പീച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ PSG ബയൺ മ്യൂണിക്കിനെ 6-5 എന്നുള്ള സ്കോറിൽ തോൽപ്പിച്ചിരിക്കുന്നു. ഇനിയുള്ളത് ആർസണൽ വേഴ്സസ് PSG. മെയ് 30 രാത്രി ഇന്ത്യൻ സമയം 9:30 PSG വേഴ്സസ് ആർസണൽ. സ്പെയിനിലാണ് കളി. ആര് ജയിക്കും, റിസൾട്ട് എന്താവും? ആരാധകർ വളരെ ആവേശത്തിലാണ് കളിയാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. പവർ റാങ്കിങ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2 ടീമേ ബാക്കിയുള്ളൂ. എന്നാലും പവർ റാങ്കിങ് നമ്മളെ ഫാൻ ബേസ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഫാൻ ബേസ് പറയുമ്പോൾ ഒരു പ്രൊഡിക്ഷൻ പോലെ, ആര് ജയിക്കും എന്നുള്ളൊരു പ്രൊഡിക്ഷൻ പോലെ പറയുക, അത്രേ ഉള്ളൂ. നമ്മളെ കഴിഞ്ഞ കമൻറ്റിൽ ഒരാൾ പ്രൊഡിക്റ്റ് ചെയ്തിരുന്നു PSG ജയിക്കുന്നു, അതേപോലെ PSG ജയിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പ്രൊഡിക്റ്റ് ചെയ്യാം ഏത് ടീമാണ് ജയിക്കുക എന്നുള്ളത്. ഈ 2 ടീമുകളുടെയും പ്രകടനം നമ്മൾ എടുത്ത് നോക്കിയാൽ ആർസണൽ ഈ ഒരു സംശയമാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ആർസണൽ ഡിഫെൻസിംഗിൽ നല്ലൊരു പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. കളിച്ച 14 കളികളിൽ ആകെ വാങ്ങിയത് 6 ഗോളുകൾ. ആ ഡിഫൻസ് തന്നെയാണ് അവരുടെ ശക്തി. മറുഭാഗത്ത് PSG 44 ഗോൾ അടിച്ചിട്ടുണ്ട് 16 കളികളിൽ നിന്ന്. UCL ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ടീം PSG ആണ്. അപ്പോൾ UCLത്തെ ബെസ്റ്റ് ഡിഫൻസും ബെസ്റ്റ് അറ്റാക്കിംഗ് ആയിട്ടുള്ള ടീമായിട്ടുള്ള മത്സരമാണ് മെയ് 30 നടക്കാൻ പോണത്. എന്നാൽ 2 കളി തോറ്റിട്ടാണ് PSG വരുന്നത്. മറുഭാഗത്ത് ആർസണൽ ഒരു കളിയും തോക്കാതെയാണ് വരുന്നത്. കോച്ച് ലൂയിസ് എൻട്രിക്കോ പറഞ്ഞത്, എല്ലാ തവണയും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും നല്ല ലീഗ് ഘട്ടത്തിൽ വളരെ ടഫായി ഡ്രോ ആയിരുന്നു. അത് കിടന്നാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾക്കത് വീണ്ടും ചെയ്യാൻ പറ്റും. വീണ്ടും ആ കിരീടം ചൂടാൻ പറ്റുമെന്നാണ് ലൂയിസ് എൻട്രിക്കോ പറയുന്നത്. എന്നാൽ ഇത്തവണ കിരീടം ചൂടാമെന്ന വലിയ പ്രതീക്ഷയിലാണ് മൈക്കൽ ആൻട്രിക്ക്, ആർസണലിൻ്റെ കോച്ച്. കടന്നു വന്ന വഴികളൊന്ന് നോക്കിയാൽ മതി. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ സ്പോർട്ടിംഗ് ആർസണൽ മത്സരത്തിൽ അഗ്രിഗേറ്റ് 1-0 ആദ്യ പാദത്തിൽ തന്നെ 1-0 ജയം. രണ്ടാം പാദം എമിറേറ്റ്സിൽ ഗോൾ രഹിത സമനില. ആ സമയം PSG ക്വാർട്ടറിൽ മറികടന്നത് ലിവർപൂളിനെയാണ്. ഏകപക്ഷീയമായ 4 ഗോളിന് ആയിരുന്നു ആ വിജയം. വളരെ കൃത്യമായിട്ട് പിന്നെ നമ്മൾ സെമി ഫൈനലിൻ്റെ കാര്യത്തിലൊന്ന് പോവുകയാണെങ്കിൽ, സെമിയിൽ PSG മത്സരം ബയണിൻ്റെ ഒപ്പം ഗോൾ കൊണ്ട് ആറാട്ടായിരുന്നു ലെഗ് ഫസ്റ്റിൽ. ഏതായാലും അഗ്രിഗേറ്റിൽ 5-6 PSG ജയിച്ചത്. ഈ സീസണിലെ വല്ലാത്തൊരു ഫോം കളിച്ച ബയണിനാണ് 5-6 ഗോളിൽ PSG തോൽപ്പിച്ചിരിക്കുന്നത്. പൊതുവെ ഡിഫെൻസിങ്ങിലായിട്ട് കളിക്കുന്ന ഡിഫെൻസിങ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ടീമാണ് അത്ലറ്റിക്കോ മാഡ്രിഡ്. അതിനെ 2-1 എന്നുള്ള ഗോളിനാണ് ആർസണൽ പരാജയപ്പെടുത്തിയിട്ടാണ് വരുന്നത് ഈ സെമി ഫൈനൽ കളിക്കാൻ. ആർസണലിൻ്റെ സമീപകാല ഫോമും PSG-യുടെ സമീപകാല ഫോമും നോക്കിയാൽ PSG-ക്കാണ് ഒരു എഡ്ജ് എന്നാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ. നമ്മളിപ്പോൾ ഒരു പ്രമുഖ ഫുട്ബോൾ നിരീക്ഷകരുടെ വിലയിരുത്തൽ നോക്കുകയാണെങ്കിൽ അതിൽ പറയുന്നത്, PSG പോലുള്ള ഒരു ശക്തമായ ടീമിനെ തടഞ്ഞു നിർത്താൻ ആർസണലെ കൊണ്ട് പറ്റില്ല എന്നാണ്. വളരെ മികച്ച രൂപത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ കൺസിസ്റ്റൻ്റായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന PSG, ആ PSG-യെ തടയാൻ ആർസണലെ കൊണ്ട് ആയേക്കില്ല. അതുകൊണ്ട് മിക്ക ഫുട്ബോൾ എക്സ്പേർട്ടും പറയുന്നത് PSG ആർസണലിൻ്റെ വലയിൽ 2 ഗോളെങ്കിലും അടിക്കും. ആർസണലിൻ്റെ ഡിഫൻസിൻ്റെ ശക്തി നമുക്കറിയാം, എന്നാലും 2 ഗോളെങ്കിലും അടിക്കും. തിരികെ ആർസണൽ 1 ഗോൾ അടിച്ചാൽ ആയി. ഒന്നില്ലെങ്കിൽ 2-1 അല്ലെങ്കിൽ 2-0. PSG കളി ജയിക്കുമെന്നാണ് മിക്ക ഫുട്ബോൾ നിരീക്ഷകരും പറയുന്നത്. സോ നമ്മുടെ പവർ റാങ്കിങ്ങിൽ 2ാമത് ആർസണൽ, 1ാമത് PSG. എന്തും സംഭവിക്കാം. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ബോക്സിൽ പ്രൊഡിക്റ്റ് ചെയ്യാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തിലെ പുതിയ വിവരങ്ങളുമായി സ്പോർട്സ് സ്പീച്ച് ഇനിയും വരുന്നിരിക്കും.